നൗഷു എനിക്ക് തീർപ്പതി ആയിക്കോട്ടെ വെച്ചിട്ടേ ഒരു പാട്ടാണ് വെച്ചെന്നാണ്. നല്ല രസമുണ്ട് പാട്ട്. അടുപ്പും കല്ലിൻ്റെ പാട്ട്. സ്വപ്നത്തിൻ മരുഭൂവിൽ മിഥ്യകൾ പൂക്കുമ്പോൾ സത്യത്തിൻ പാതതൻ ആഴങ്ങൾ തേടുന്നു. നബിയാണെന്നുരച്ചോർത്തൻ വജസ്സുകൾക്കപ്പുറം അടിവേരുകൾ തിരയുന്ന അറിവിൻ തണലുകൾ. മടവൂർ കഥകളുടെ ചുരുളുകൾ നിവർത്തുമ്പോൾ അറിയാത്ത അടുത്തു തൻ കല്ലുകൾ ചിതറുന്നു. മടവൂരിൻ്റെ കഥ പറയുമ്പോഴത്തേന് അടുപ്പിൻ്റെ കല്ലുകളൊക്കെ ചിതറിപ്പോവുകയാണ് എന്ന് പറഞ്ഞ പാട്ട്. ശരിയല്ലേ? ചിതറിയാണ്. മടവൂരിൻ്റെ കഥ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പണ്ഡിതന്മാർ ശരിക്ക് പറയുന്നുണ്ട്. മടവൂരിൻ്റെ യഥാർത്ഥ മുരീദായ മടവൂരിനെ ഏറ്റവും വലിയ ഷെയ്ഖായിട്ട് അംഗീകരിച്ച ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളും പറയുന്നുണ്ട്. അതുപോലെ എല്ലാ ഇരു ഗ്രൂപ്പിലുള്ള പണ്ഡിതന്മാരും മടവൂരിൻ്റെ കഥകളും മടവൂരിൻ്റെ കറാമത്തുകളും ഒക്കെ പറയുന്നുണ്ട്. അതിലൊന്നും ഒരു ചിതറലും ഇല്ല. എന്നാൽ ഈ അടുപ്പും കല്ലുകൾ ഇറങ്ങിക്കൊണ്ട് പറയലോടുകൂടെ അടുപ്പും കല്ല് ചിതറിപ്പോവുകയാണ് എന്ന് പറഞ്ഞത്. പാട്ടുകാരൻ തന്നെ പറയണേ, നമ്മൾ മാത്രമല്ല. ഏതായാലും ഈ കുഞ്ഞേമ്മ ഒന്ന് വരട്ടെ. വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് ശരി, വേറെ വീഡിയോ ഉണ്ടോ? ഈ പാട്ടിനേക്കാളും രസമുള്ള വീഡിയോ വേറെ ഉണ്ടല്ലേ? ആയിക്കോട്ടെ, എന്നൊന്ന് പറഞ്ഞാൽ ഏതാണ് ഇപ്പൊ ആ വീഡിയോ? സംഭവം നമ്മളിപ്പോ അതിപ്പോ ഇങ്ങനെ പറയണ്ടെന്ന് എഴുതിയിരിക്കരുത്. അയച്ച് പറയണ്ടെന്ന് കരുതല്ലേ? പറഞ്ഞൂടെ. ഔ ഇതിങ്ങനെ പറയണ്ടെന്ന് കരുതിയിരിക്കുന്നു. ഇതങ്ങോട്ട് പറഞ്ഞ നമ്മള് പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഇങ്ങനെ ഈ സുൽത്താനുൽ ഉലമ ഇങ്ങനെ തൊള്ള നിറച്ച് ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും ഇല്ലാതെ നിങ്ങളിങ്ങനെ തൊള്ള നിറച്ച് പറയണ്ടല്ലോ, ആ സുൽത്താനുൽ ഉലമയുള്ള നൂറ് അത് ഞങ്ങൾ പറയടാ. അത് തൊള്ള നിറച്ചും പിന്നെ ചിരിയും പറയും ഞങ്ങൾ. അങ്ങനെയാണ്, തൊള്ള നിറച്ചും പിന്നെ ചിരിയും ഞങ്ങൾ പറയും. സുൽത്താനുൽ ഉലമ എന്നുള്ളത് അതൊരു മുതലെന്നല്ലേ? മാണിക്കക്കല്ലല്ലേ? അതൊരു പുകലെന്നല്ലേ? അല്ലാ, അത് ഞങ്ങൾ അങ്ങനെ തന്നെ പറയുള്ളൂ. അത് പറഞ്ഞ മാളിയക്കലിന്റെ പ്രധാന ഉസ്താദായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്യരായ AP ഉസ്താദിനെ പറ്റി പറയുന്ന പച്ചത്തറി. ഈ സുൽത്താനുൽ ഉലമ എന്നുള്ളത് ഞങ്ങള് മാളിയക്കൽ സക്കാഫി മാത്രമൊന്നല്ല പറയല്, ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ പറയല്. ഈ മാളിയക്കൽ സക്കാഫിന്റെ ഉസ്താദായ പൊന്മള ഉസ്താദ് AP ഉസ്താദിനെ പറഞ്ഞ പച്ചത്തെറിയുന്നോ? അല്ലാ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൻ ചവിട്ടി. അതൊന്ന് വിടെ. അത് വേറെ ഉണ്ടവിടെ കേട്ടോ, മറക്കരുത്. അത് മറക്കൊന്നുമില്ല. ഇജ്ജ് വിടെ. ആദർശ മുന്നേറ്റത്തിൽ നടത്തുന്ന പരിപാടികളത് കേട്ടോ. കേൾക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. നിങ്ങൾ ഒരു മൊയന്ത് മൂലിയൊരു തലി കെട്ടിക്കാണ്ട് കുഞ്ഞർമ്മ എന്ന് പറയും ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ. കുഞ്ഞേമ എന്ന് പേരിട്ട അതിൽപ്പെട്ട സാധനമാണ് ഇതൊക്കെ. നോക്കിങ്ങൾ ഒരു ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞ പ്രസംഗത്തിന് സ്റ്റേജും കെട്ടിയിട്ട് അതിൽ നടത്തുന്ന പ്രസംഗം. അത് നിങ്ങളെ ഈ കാബഡ്യൊക്കെ ഉണ്ടല്ലോ, മനുഷ്യന്മാര് കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാകുന്ന രൂപത്തിൽ. അതൊക്കെ മനുഷ്യന്മാർക്ക് നല്ലോണം മനസ്സിലാണ്ട്. ഇപ്പൊ ജനങ്ങൾക്ക് നല്ലോണം തിരിയുന്നുണ്ടടാ. ഇജ്ജ് പറയാ, അപ്പം നമ്മളും നല്ലോണം പറഞ്ഞു തരേ. ജനങ്ങൾക്കൊന്ന് നല്ലോണം തിരിയട്ടെ. കുറച്ചും കൂടി ആൾക്കാർക്ക് എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. നിങ്ങളെ ഈ കാപട്യം ഉണ്ടല്ലോ, അറപ്പും വെറുപ്പും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവൻ പറയുന്നത്ര വെറുപ്പ് അറപ്പുള്ള വർത്താനം ദുനിയാവിലൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടാവില്ല. ഉസ്താദിനെ സംബന്ധിച്ച് പറയുന്ന പച്ചത്തെറി ഇതെൻ്റെ തൊള്ളയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ കുഞ്ഞേമ. എങ്ങിട്ട് ഇടേ, അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ ഇടേ. ഉസ്താദിനെ അങ്ങനെ പച്ചത്തെറി പൊന്മള ഷെയ്ഖുന പൊന്മള ഉസ്താദ് പറഞ്ഞതായിട്ട് ഇജെന്താ ഈ പച്ചത്തെറി കൊണ്ട് ഉദ്ദേശിക്കണത്? ഈ പച്ചത്തെറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇജ പറഞ്ഞ മാതിരിക്കത്തെ തൊള്ളി തോന്നിയ വാക്കുകൾ എന്തൊക്കെ ചെങ്ങായി ഇജ് പറയണത്? കഞ്ചാവ് അടിച്ചിട്ട് പറയണ മാതിരിക്കത്തെ വർത്താനല്ലേ ഇജ് സ്റ്റേജിൽ കിട്ടിയാണ്ട് കയറി ചെയ്യാണ്ട് പറയണത് അല്ലേ പറയണത്? ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വരി.
ആയിക്കോട്ടെ, ഞങ്ങൾ വരാം. എങ്ങട്ടാ വരേണ്ടത് അന്ന് പറഞ്ഞാൽ എങ്ങട്ടാ വരേണ്ടത്? നമുക്ക് കേക്കാ. അതിങ്ങനെ പരസ്യമായിട്ട് സാഹസിൽ ഇടാൻ പറ്റൂല. തന്നെ? അത് ശരി, അത്ര തെറിയാണല്ലേ? പരസ്യമായിട്ട് സ്റ്റേജിലൊന്നും ഇടാൻ പറ്റാത്ത തെറി. പിന്നെ ഇപ്പം ഈ പരസ്യമായിട്ട് ഇത്രയും വലിയ തെറി ഇടാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? അത് നമ്മളെ സാവിയയിൽ അതിന് ഞങ്ങൾക്ക് പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈവായിട്ട് പ്രസംഗമൊക്കെ നടത്തേണ്ട സാഹചര്യം വരുമ്പോൾ അതിൻ്റെ സ്റ്റുഡിയോ സംവിധാനമൊക്കെ സാവിയയിലുണ്ട്. വലിയ സ്ക്രീനുണ്ട്. അത്യാവശ്യം ഇനി ചെവിടൊക്കെ കുറച്ച് കുറവ് ഉണ്ടല്ലോ ഇപ്പോൾ പലർക്കും. കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, അവർക്കൊക്കെ കേൾക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞങ്ങൾ സ്പീക്കറൊക്കെ ഒന്നും കൂടി വോളിയം കൂട്ടി വെച്ചാരാ. വേണമെങ്കിൽ ചെവിയിലേക്ക് തന്നെ തിരികെ വെച്ചാരാ. അത് ശരി, അങ്ങനെയാണ് ഇജ്ജ് പറഞ്ഞത്. ഓ, അപ്പൊ മനസ്സിലായ നിങ്ങൾക്ക്? ഈ പച്ചത്തെറി ഉണ്ടല്ലോ, AP ഉസ്താദിനെ പറ്റി, സുൽത്താനുൽ ഉലമയെ സംബന്ധിച്ച് പൊന്മള ഉസ്താദ് പറഞ്ഞ പച്ചത്തെറി, ആ പച്ചത്തെറി ഇപ്പൊ ഇവൻ നടക്കണ ഈ സ്റ്റേജുമൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് ഇടാൻ പറ്റൂല. അത് അങ്ങനെ ഇടാൻ പറ്റിയതൊന്നും അല്ല, അങ്ങനെ ഇടാൻ പറ്റൂല. പിന്നെ അത് ഇടാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? അത് ഇവന്റെ സാനിയത്ത് സൂഫിയയിൽ, ഇവരുടെ സാനിയത്ത് സൂഫിയയിലാണ് കൊണ്ടുപോയിടുന്നത്. അത് അവിടെ തന്നെ പറ്റുള്ളൂ. അങ്ങനെ തെറി ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇടേണ്ടത്, അത് അവിടെ തന്നെ നല്ലത്. കാരണം എന്താ അറിയോ, അവിടെ വലിയ സിനിമകളുണ്ടെന്നാണ് പറഞ്ഞത്. വലിയ സ്ക്രീനൊക്കെ വെച്ച് വലിയൊരു സംവിധാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു. വലിയ ബോക്സ് ഉണ്ട്, കേൾക്കണില്ലെങ്കിൽ ശബ്ദം കൂട്ടും. ഇനി കേൾവി കമ്മി ഉണ്ടെങ്കിൽ ഓലെ ചെവിയിലും തിരികെ തരാറുന്നു. ചെവി തിരികെയത് നന്നായി, വേറെ എവിടെയും തിരികാത്തത്. ഇവനൊന്നും വിശ്വസിച്ചുകാണ്ട് ചങ്ങായിമാരെ പിന്നെ ലൈറ്റ് ഓഫ് ആക്കി കുത്തിരിക്കാൻ എങ്ങനെ പറ്റുക? ഇവൻ ഈ ആദ്യം തിരികണ വർത്താനല്ലേ പറയണത്. ഇവനൊന്നും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പം ഇനിയിപ്പോൾ സാവിയത്ത് സൂഫിയയിൽ എന്തുണ്ടോ അത്ര സിനിമകളും ഉണ്ട്. സാവിയത്ത് സൂഫിയയിൽ കാരണം ഇതുപോലത്തെ തെറിയും പിന്നെ നാടകമൊക്കെ വെക്കാൻ പറ്റിയ സ്ഥലം. കാരണം അവിടെ സിനിമ അഭിനയിച്ചിന് ആളുകൾ ഉണ്ടല്ലോ കൂട്ടത്തിൽ. സിനിമയിൽ അഭിനയിച്ച 4-5 സിനിമയിൽ അഭിനയിച്ച ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഓർക്ക് ഇനിയിപ്പോൾ ഒന്ന് അഭിനയിക്കണമെങ്കിലോ മറ്റോ കാര്യങ്ങൾക്കൊക്കെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് സാനിയത്ത് സൂഫിയയിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ വേണമെങ്കിൽ കേൾക്കാൻ അവിടെ ചെന്നാൽ. ഓ, ബാക്കി പോരെ, അതിനുള്ള സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ സാനിയത്ത് സൂഫിയയിൽ ഇപ്പോൾ സിനിമകളും തുടങ്ങിയിരിക്കണ് അല്ലേ? അത് കാണാനൊക്കെ സൗകര്യം അവിടെ ഉണ്ട്. മുസാവറ അംഗങ്ങൾ എല്ലാവരും കൂടി ഒന്ന് വരി. ഞങ്ങളെ മുസാവറ അംഗങ്ങളെയും കൂടി എനിക്ക് പിന്നെ എൻ്റെ സിനിമകളിൽ കയറ്റണം എന്ന് പറയുന്നത്. ചേടാ, അത് കുറച്ച് കടുത്ത അജായി. അതിന് ഞങ്ങളില്ല. ഞങ്ങളെ മുസാവറക്കാരൊന്നും ഞങ്ങൾ സിനിമയ്ക്ക് വരുത്തൂല. ഞങ്ങൾക്കൊന്നും വേണമെങ്കിൽ ഒന്ന് കാണുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലാത്ത അഭിനയക്കാരേക്കാരല്ല. കാരണം ഇതൊക്കെയാണല്ലോ അഭിനയിച്ചത്. ഇജും അതുപോലെ തന്നെ എൻ്റെ പിന്നെ പമ്പേഴ്സും നൗഷാദും അതുപോലെ നമ്മളെ മറ്റേ വേറെ നടനായിട്ട് ഇപ്പോൾ തങ്ങളും കൂടി കിട്ടിയിരിക്കണമല്ലോ. ഏതായാലും ആയിക്കോട്ടെ. പിന്നെ ഇവ ഉണ്ടാവുമോ അഭിനയിച്ചാൻ? ആര്? കോമാടുണ്ടോ? അതേമാതിരി സുലൈമാൻ ബാബ ഉണ്ടാവുമോ? എന്താണ് അതിൻ്റെ പേര് ഒക്കെ ഒന്ന് പറയാം. എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളുള്ളടത്ത് എങ്ങനെ പ്രശ്നം ഉണ്ടാണ്? അതൊന്നും ഉണ്ടാവില്ല. ചായയും ചോറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം. ഏതായാലും ഇപ്പൊ ഞങ്ങൾ ഭക്ഷണം കൊടുക്കണതിൽ ഉഷാറാണെന്നല്ലോ നിങ്ങളൊക്കെ അഭിപ്രായം? അങ്ങനെ അഭിപ്രായം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഭക്ഷണം കൊടുക്കണതിൽ ഉഷാറാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ ഇത് സ്റ്റേജ് കെട്ടിക്കാണ്ട് അവിടെ 4 ആൾ കൂടാൻ, പങ്കാളികൾ കൂടാൻ വേണ്ടിയിട്ട് ചോറിൻ്റെ പൊതി കൊടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഐറ്റെങ്കിലും അവിടെ വന്ന് ഉത്തരിക്കാൻ വേണ്ടിക്കൊണ്ട് കാട്ടിക്കൂട്ടുന്നുണ്ട് എന്നുള്ളൂ. അല്ല, ഭക്ഷണം കൊടുക്കണതിൽ നിങ്ങൾ ഉഷാറാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്ക് തന്നെ തിന്നാൻ കിട്ടുന്ന കാര്യത്തിൽ ഭയങ്കര നിരക്കത്തില്ല. പിന്നെ എങ്ങനെ അത് നിങ്ങൾക്ക് വന്നാലും തരും? അത് വേണ്ട, അവിടുന്ന് ഭക്ഷണം വേണ്ട. അവിടുന്ന് നുള്ളു വെള്ളം കുടിക്കാൻ പറ്റൂല. കാരണം കുടിക്കണ വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റൂല. കാരണം എന്തെങ്കിലും കോമാടൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിൽ വല്ല കുരുടൊട്ട് തന്നാലേ പിന്നെ ഞങ്ങളെ ജീവിതം ആകെ ബാത്തിലാവൂടാ. എല്ലാം ഒന്നും ഉണ്ടായിട്ടല്ല. വേണ്ട. നമുക്ക് നോക്കാം. പടം അഭിനയിച്ചിട്ടുണ്ട് വെച്ചാൽ ഹിദായത്ത് കിട്ടുകയാണെങ്കിലോ? ഹിദായത്ത് ചിലപ്പോൾ ഞങ്ങൾ മുസാവറ അംഗങ്ങളൊക്കെ പാടെ വന്ന് കണ്ട് ഇതായിരുന്നിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് ഹിദായത്തൊക്കെ കിട്ടും. അങ്ങനെയാണല്ലോ. എനിക്കും എൻ്റെ കോമാടനൊക്കെ ഹിദായത്ത് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ ഞങ്ങൾ സിനിമകളായതുകൊണ്ട് വരുന്നില്ല. നിങ്ങളൊക്കെ വന്നിരിക്കേ, എന്നിട്ട് നമ്മക്ക് ഒന്ന് കേട്ടോക്കാം. ഞങ്ങളെ ക്ഷണിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾ ക്ഷണിക്കാഞ്ഞിട്ടല്ലടാ. ഞമ്മക്ക് എന്താ പറയുക, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമകളാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇജിപ്പോൾ അവിടെ പറഞ്ഞ എന്താണ്, സിനിമകളായി പറഞ്ഞതുകൊണ്ടാണ്. അല്ല ഒന്നും ഉണ്ടായിട്ടല്ലടാ. ഞങ്ങൾ നിങ്ങളെ ക്ഷണിച്ചല്ലോ.
നിങ്ങൾ ക്ഷണിക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്കത് ഹലാലാണ്, ഞങ്ങൾക്കത് ഹറാമാണേ. അവിടെ വിഷയം. നിങ്ങൾക്കിപ്പോൾ തങ്ങന്മാരും പിന്നെ പല ആൾക്കാരും അഭിനയിച്ചവരുണ്ട്, നടന്മാരായിട്ട് അഭിനയിച്ചവരുണ്ട്, 4-5 സിനിമയിൽ അഭിനയിച്ചവരുണ്ട്, പിന്നെ അതുപോലെ പിന്നെ ഇതാണ് ഹാർമോണ് മുട്ടിയ ആൾക്കാരുണ്ട്. ഇതുപോലെ അഭിനയ സമ്പന്നരായ ആൾക്കാർ, സിനിമയിൽ അഭിനയ സമ്പന്നരായ ആൾക്കാർ എൻ്റെ കൂട്ടത്തിലുണ്ട്. പിന്നെ വലിയ കോളാമ്പിയിൽ തുപ്പണ, കോളാമ്പി കാണാൻ തന്നെ വരാൻ ഒരു കമ്പുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ സ്ഥലം നന്നായില്ല. ചാറൊക്കെ നന്ന്, പക്ഷെ പാർന്നത് കോളാമ്പിയിലായി തന്നില്ല അന്നമാതിരി. അപ്പോൾ വളമ്പിയത് കോളാമ്പിയിലായി പോയി തന്നില്ലേ എന്നതുപോലെ. സംഗതിയൊക്കെ നല്ലതാണ്, പക്ഷെ സിനിമ ആയതുകൊണ്ട് ഇപ്പോൾ ആ അഭിനയിച്ച ആൾക്കാരെ അടുത്തൊക്കെയാണ് ഇപ്പോൾ ക്ഷണിക്കണതേ. എന്നാൽ പിന്നെ ആ സിനിമയിൽ ചിലപ്പോൾ അത് കയറ്റിയിട്ടുണ്ടാവും. ഏത് ഇപ്പം AP ഉസ്താദ്, പിന്നെ പെൺമള ഉസ്താദ് സുൽത്താനുൽ ഉലമയെ പറയുന്നുണ്ട്, അത് കേൾക്കാനാണ് ഇപ്പം അങ്ങോട്ട് ക്ഷണിക്കണത്. പൊന്മള ഉസ്താദ് എന്തിനാ ക്ഷണിക്കണമെന്നൊക്കെ മനസ്സിലായോ? ഈ പറഞ്ഞുകൊണ്ട് നടക്കണ ഈ പിന്നെ സ്റ്റേജുകളിലൊന്നും ഇപ്പോൾ സുൽത്താനുൽ ഉലമയെ പൊന്മള ഉസ്താദ് പറഞ്ഞത് ഇടാൻ പറ്റില്ല. അപ്പോൾ അത് കുറച്ച് തെറികളാണ്, പച്ചത്തെറികളാണ്. അപ്പോൾ അത് ഇടാൻ പറ്റിയൊരു സ്ഥലം എവിടെ വെച്ചാൽ ഇവൻ്റെ സാനിയത്ത് സൂഫിയൻ്റെ അവിടെ ഉണ്ടോ അത്ര വലിയൊരു ഹാള്. ആ ഹാളിൽ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, വലിയ സ്ക്രീനും കാര്യങ്ങളും സൗകര്യങ്ങളും ബോക്സുകളും. കേൾക്കാത്തവരെ ചെവി കൂടിയൊക്കെ തിരികെ തരുന്നുണ്ട്, അത്രമാത്രം വലിയൊരു സംവിധാനം ഉണ്ട് അന്ന്. അപ്പം എന്നാൽ അവിടുന്ന് അത് കേൾക്കാം. അപ്പോൾ സാവിയത്ത് സൂഫിയയിൽ തയ്യാറാക്കിയ ഈ സിനിമാ ഹാളിൽ അതിനൊക്കെ സൗകര്യം ഉണ്ടെന്നാണ്. ഞങ്ങൾക്കിപ്പോൾ ഏതായാലും ഇപ്പോൾ അതിനാവൂല എൻ്റെ മോനെ. ഇജയ് എത്ര കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല മോനുവോ, നടക്കൂല കുഞ്ഞേമോ, നടക്കൂല, ഇതൊന്നും നടക്കൂല. സുന്നത്ത് ജമാഅത്തിൻ്റെ മക്കളെടുത്ത് നിങ്ങളുടെ ഇജ്ജാതി കളികളൊന്നും നടക്കൂല, മനസ്സിലാക്കിക്കോ.